നമ്മൾ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ അത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അത്തരത്തിൽ വ്യത്യസ്തമായൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ നല്ലൊരു ചട്നി പൗഡറും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയിരിക്കുന്നത് 2 കപ്പ് ചാക്കരിയും 1 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും കൊണ്ടാണ്. 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി അരച്ചിട്ട് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല. ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് ചെറിയ ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഇഡ്ഡലി തട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെറും 50 രൂപയ്ക്ക് വാങ്ങിയതാണ്. കുട്ടികൾക്കൊക്കെ ഇതിൽ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. നല്ല രസമല്ലേ കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലികൾ. കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിച്ചാൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു പാനിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാൻ സാധിക്കും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേകും. മുളക് പൊടി, ചട്നിപ്പൊടി അഥവാ മിളകായിപ്പൊടി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊരു ടവലിലിട്ടൊന്ന് തുടച്ചെടുക്കാം. നമ്മൾ കഴുകുന്നതല്ലല്ലോ, അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ പോകും. ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് തുവരപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലൊന്ന് തുടച്ചെടുക്കാം. ഇതൊക്കെ വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താലും മതി. എന്നിട്ട് കുറച്ച് കൂടുതൽ നേരം ഒന്ന് വറുത്തെടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇത് വറുക്കാനായിട്ട് പാനിലേക്ക് ആദ്യം ഉഴുന്ന് വറുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം വറുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേകുകയില്ല. അപ്പോൾ ഒരു 6-7 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. ടൈം വേസ്റ്റ് ചെയ്യേണ്ട. വേറൊരു പാൻ ഉണ്ടെങ്കിൽ അതിൽ തുവരപ്പരിപ്പ് കൂടി ഒന്ന് വറുത്തെടുക്കാം. അതും മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. രണ്ടും ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് വറുത്ത് കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ഇളക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉഴുന്ന് ഏകദേശമായിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ലതുപോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടാൽ നല്ലൊരു മണവും രുചിയും കിട്ടും. ഉഴുന്ന് ഏകദേശം മൂക്കാറാകുമ്പോൾ വേണം കറിവേപ്പില ഇടാൻ, അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും. തുവരപ്പരിപ്പും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില നോക്കിക്കേ, ഇതുപോലെ പൊടിഞ്ഞു വരണം, അതുവരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഈ ഉഴുന്നും കറിവേപ്പിലയും റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണമല്ലോ. ഇനി വറുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടീസ്പൂൺ ജീരകവും, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ ഉലുവ. ഇതൊന്ന് വറുത്തെടുക്കാം. ഇതും മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഇതൊക്കെ മൂത്തോന്നറിയാനായിട്ട് ഇത് ചെറുതായിട്ട് പൊട്ടി വരും. ആ സമയത്ത് ഇത് മാറ്റാം. ഇതൊക്കെ ഒന്ന് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വെളുത്ത എള്ളാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇത് ഒന്ന് പൊട്ടണം, അല്ലെങ്കിൽ ഒരു കയ്പുണ്ടാകും. എള്ളിപ്പോൾ പൊട്ടിത്തുടങ്ങി. ഇതും ഇനി മാറ്റാം. ഇനി ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്. 10-12 ചേർക്കാം. ഇത് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കും. കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ 2-3 ചുമന്ന മുളക് കൂടി ചേർക്കാം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അതിന് മുമ്പ് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പും ചേർക്കാം. ഇതിലിനി നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ തേങ്ങയും കൂടി വറുത്ത് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള കൊപ്ര ഉണ്ടല്ലോ, കൊപ്രയും കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ വറുത്ത കപ്പലണ്ടി ചേർക്കാം, വറുത്ത കടല ചേർക്കാം. ഇതെല്ലാം ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം ചേർത്തിട്ടില്ല, എള്ള് ചേർക്കാം. എള്ള് ചേർത്തൊന്ന് പൊടിച്ച ശേഷം കായം ചേർക്കാം. കട്ടയായിട്ടിരിക്കുന്ന കായമാണെങ്കിൽ അത് കുറച്ച് മുറിച്ച് വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീരെ പൗഡർ പോലെ പൊടിക്കണ്ട, ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം. ഈ ചട്നി പൗഡർ കഴുകി വൃത്തിയാക്കിയ എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ഗ്ലാസ് ബോട്ടിലിലോ
അല്ലെങ്കിൽ നല്ല അടപ്പുള്ള സ്റ്റീൽ പാത്രത്തിലോ ആക്കി സൂക്ഷിക്കാവുന്നതാണ്. 1-2 മാസം പുറത്തിരുന്നാലും ഇത് ഒട്ടും തന്നെ ചീത്തയാവുകയില്ല. അതുപോലെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ നല്ലതാണ്. പുറം രാജ്യങ്ങളിലുള്ള മക്കൾക്കൊക്കെ കൊടുത്തയക്കാനും ഏറ്റവും ബെസ്റ്റാണിത്. നമ്മുടെ സൂപ്പർ സോഫ്റ്റ് മിനി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒരല്പം വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. നല്ല മേൾഭാഗം നല്ല സോഫ്റ്റായിട്ട് മോയിസ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഇത് 2 തട്ടുണ്ടാക്കിയാലേ ഒരാളുടെ വയറ് നിറയുകയുള്ളൂ. അത്രയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ മാവ് എത്ര കുറച്ചാണ് ഞാൻ എടുത്തതെന്ന്. 2 തവി മാവാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് ഇത്രയും ഇഡ്ഡലി ഉണ്ടാക്കി. കുട്ടികൾക്കാണെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇതിനി നമ്മൾ ചട്നി പൗഡർ ചേർക്കണമല്ലോ. അതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അല്പം കടുകിട്ട് പൊട്ടിച്ചു വറ്റൽമുളകിടാം, കറിവേപ്പില ഇടാം. രാവിലെ എന്ത് എളുപ്പമാണെന്ന് നോക്കിക്കേ. കറിയുടെ പോലും ആവശ്യമില്ല. ഈ ഒരു ചട്നി പൗഡർ ഉണ്ടാക്കി വെച്ചാൽ നല്ല എളുപ്പമാണ് ഇങ്ങനെ ഒരു ഇഡ്ഡലിയിൽ മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് തോന്നും ഇത് ചെറുതല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് താമസമില്ലേ എന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇത് 2 മിനിറ്റ് മതി ഇതൊന്ന് വേകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. 2-3 തട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. ഇതിലാവശ്യാനുസരണം പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും ഒക്കെ മടിയുള്ള കുട്ടികളുണ്ടല്ലോ. അവർക്കിത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. സ്കൂളിലൊക്കെ കൊണ്ടുപോയാലും ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പെറുക്കി കഴിക്കാം. ഈസി അല്ലേ. ഈ മുളക് പൊടി ഉണ്ടാക്കി വയ്ക്കുക. ഇതുപോലത്തെ ഇഡ്ഡലി തട്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങി ഉണ്ടാക്കി നോക്കുക. റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.